അതൊരു കഥയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അത് ഓക്കെ, പക്ഷെ അതെന്താണ്, അപ്പം സ്റ്റോറി എന്താണ് ഇമാജിനറി ആണെന്ന് നമുക്കറിയാം. പക്ഷേ ട്രൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു കാര്യം സത്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അത് ബിലീവബിൾ, അതായത് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം ആയിരിക്കണം ട്രൂത്ത്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്, ട്രൂത്ത് സ്ട്രേഞ്ചർ തന്നെ സ്റ്റോറിയാണ്. സ്ട്രേഞ്ചർ എന്ന് പറയുമ്പോൾ മോർ അൺബിലീവബിൾ. കാരണം സത്യം തന്നെ കഥേനെക്കാട്ടും സ്കേറി ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും ട്രൂത്ത്. ആ സമയത്ത് എന്താണ്, സ്റ്റോറി ആയിരിക്കും കൂടുതൽ ബിലീവബിൾ. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ സ്റ്റോറി. സ്റ്റോറീൻ്റെ പേരാണ് ഫേസ് ഓൺ ദ വാൾ. ഓക്കെ, ഫേസ് ഓൺ ദ വാൾ ഇസ് എ സ്റ്റോറി ബൈ E.V. ലൂക്കസ്. E.V. ലൂക്കസ് എന്ന് പറയുന്നത് ആരാണ്? E.V. ലൂക്കസ്, എഡ്വേർഡ് വേർണർ ലൂക്കസ് വാസ് എ ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് റൈറ്റർ എന്ന് പറയുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു റൈറ്റർ എന്നാണോ ഉദ്ദേശിക്കുന്നത്? നോ. ഓക്കെ, അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ കുറേ സ്റ്റോറീസും പോയംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഒരു റൈറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ അവരെന്താണ് എഴുതുക? കുറേ സ്ഥലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ റൈറ്ററാണ്, അല്ലെങ്കിൽ എന്താണ് ഹംഗേറിയൻ റൈറ്ററാണ്, അല്ലെങ്കിൽ എന്താണ് അമേരിക്കൻ റൈറ്ററാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് റൈറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലണ്ടിൻ്റെ റൈറ്ററാണ് എന്നാണ് ഇംഗ്ലീഷ് റൈറ്റർ എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരാൾ എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഹി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്യൂരിയസ്, ദ ഹ്യൂമൻ ആൻഡ് ദ റിഡിക്യുലസ്. അപ്പം ഈ ഒരു റൈറ്റർ എന്തിലായിരുന്നു ഇൻട്രസ്റ്റഡ്? ക്യൂരിയസ് എന്ന് പറയുമ്പം ആർക്കും അറിയാത്ത കാര്യങ്ങൾ, ആരും ചോദ്യം ചോദിക്കാത്ത ആ കാര്യങ്ങളൊക്കെ, അതിനൊക്കെ പറ്റിയിട്ട് അയാൾ ക്യൂരിയസ് ആയിരുന്നു, അയാൾക്ക് അറിയണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്? ദ ഹ്യൂമൻ ആൻഡ് ദ റിഡിക്യുലസ്. ദ ഹ്യൂമൻ എന്ന് പറയുമ്പം സാധാരണ മനുഷ്യൻ്റെ കഥയിലും അയാൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ എന്താണ് ദ റിഡിക്യുലസ് എന്ന് പറയുമ്പം ഭയങ്കര ഒരു ഫണ്ണി ആയ കാര്യങ്ങളിലും അയാൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇഫ് ഹി വർ offered a story, his mind instantly shaped it with wit and form. അപ്പോൾ അയാൾക്കൊരു സ്റ്റോറി ആരെങ്കിലും കൊടുത്താൽ അയാൾ എന്താണ് ചെയ്യുക? അതിൽ ഇൻസ്റ്റൻ്റ്ലി, അതായത് അപ്പം തന്നെ അയാൾ എന്താണ് ചെയ്യുക? ആ ഒരു സ്റ്റോറീന് അയാൾ ഭയങ്കര ഫണ്ണി ആയിട്ട് ഒരു പ്രോപ്പർ ഫോം കൊടുക്കും, അതായത് ഒരു പ്രോപ്പർ ഒരു സ്ട്രക്ചർ കൊടുക്കും ആ സ്റ്റോറിക്ക്. ഓക്കെ, ഹി റെഡ് എ ക്യാരക്ടർ വിത്ത് വിസ്ഡം ആൻഡ് ടേൺ ഇൻ ടു ഫൺ. അപ്പോൾ അയാൾ എന്താണ്, ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് വായിക്കുമ്പം വളരെ വിസ്ഡമോട് കൂടി, അതായത് വളരെ എന്താണ് കീൻലി, ഭയങ്കര ഒരു ഡീപ്ലിയാണ് ഓരോ ക്യാരക്ടറിനെ പറ്റിയിട്ടും വായിക്കുക. അപ്പോൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അതിൽ ഫൺ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഹി ഡസ്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ നോട്ട്സ് എന്താണ് ഇവിടെ അപ്ലോഡ് സൈറ്റിൽ, മെയിൻ വെബ്സൈറ്റിൽ കോഴ്സ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ഓക്കെ, ഞാൻ വാട്സാപ്പിലും അയച്ചു തരാം. We were talking of events which cannot be explained by natural causes at Daphne's last evening. Most of us had given an instance without producing much effect. അപ്പോൾ എന്താണ്, എല്ലാവരും ഈ ഒരു റൈറ്ററിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി എന്താണ്, ഡാബ്നി എന്ന് പറയുമ്പം, ഡാബ്നി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ഡാബ്നീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡാബ്നീസ് ഹൗസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഡാബ്നീൻ്റെ വീട്ടിലാണ് അവർ എല്ലാവരും കൂടി ടൈം സ്പെൻഡ് ചെയ്തത് ലാസ്റ്റ് ഈവനിങ്. അവിടെ എന്താണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത്? അവർ ഇവൻറ്റ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ നാച്ചുറൽ കോസസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നായിരുന്നു. അങ്ങനത്തെ ഇവൻറ്റ്സിനെ പറ്റിയിട്ട് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോസ്റ്റ് ഓഫ് us had given an instance without producing much effect. അപ്പം മാക്സിമം ആൾക്കാർ എന്താണ് ചെയ്തത്? ഓരോ ഇൻസ്റ്റൻസിനെ പറ്റിയിട്ടും അവർ പറഞ്ഞു, പക്ഷേ ഒരു ഇഫക്റ്റ് ഉണ്ടായിട്ടില്ല. അതായത് ആർക്കും അത്ര പേടിയൊന്നും ഉണ്ടായിട്ടില്ല അത് കേട്ടിട്ട്, കാരണം അത് സ്റ്റോറിയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. Among the strangers to me was a little man with an anxious face. അപ്പോൾ അവിടെ എന്താണ്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേയൊക്കെ ഈ റൈറ്ററിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു, കുറച്ചൊക്കെ പക്ഷേ എന്താണ് അറിയാത്ത ആൾക്കാരായിരുന്നു, സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അപ്പം ഈ സ്ട്രേഞ്ചേഴ്സിൽ ഒരു സ്ട്രേഞ്ചർ എന്താണ്, ഒരു ലിറ്റിൽ മാൻ ആയിരുന്നു, ഒരു ചെറിയൊരു മനുഷ്യനായിരുന്നു, വിത്ത് എൻ ആങ്ഷ്യസ് ഫേസ്. ആങ്ഷ്യസ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഭയങ്കര ഒരു ടെൻഷനിലൊരു മുഖമായിരുന്നു ആ ഒരു ലിറ്റിൽ മാൻ്റെത്, ആ ഒരു ചെറിയ മനുഷ്യൻ്റെത്. ഹി വാച്ച്ഡ് ഈച്ച് സ്പീക്കർ വിത്ത് ദ ക്ലോസസ്റ്റ് അറ്റൻഷൻ ബട്ട് സെഡ് നത്തിങ്. അപ്പോൾ അയാൾ എന്താണ് ചെയ്യുക, അയാൾ ഓരോ സ്പീക്കറിന് അത്രയും അറ്റൻഷൻ പേ ചെയ്തിട്ടാണ് ഓരോ സ്പീക്കറിൻ്റെ ഓരോ സ്റ്റോറിയും കേൾക്കുക. പക്ഷെ അതിൻ്റെ പുറത്ത് അയാൾ ഒരു റെസ്പോൺസും ഒരു ഫീഡ്ബാക്കും അയാൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ദെൻ ഡാബ്നി ടേൺ ടു ഹിം ആൻഡ് ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് നോ എക്സ്പീരിയൻസ് ഹി കുഡ് നാരേറ്റ്. അപ്പോൾ ഡാബ്നി എന്താണ് ചെയ്തത്, അയാളുടെ പുറകെ പോയിട്ട് എന്താണ് അയാളോട് ചോദിച്ചത്,
അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് പറയൂ. ഓക്കെ, ഹി തോട്ട് ഫോർ എ മൊമെൻറ്റ്. വെൽ, ഹി സെഡ്, നോട്ട് എ സ്റ്റോറി ഇൻ ദ ഓർഡിനറി സെൻസ് ഓഫ് ദ വേർഡ്. അപ്പോൾ എന്താണ് അയാൾ പറഞ്ഞത്, എനിക്കുണ്ട്, പറയാനുണ്ട്, പക്ഷെ അത് സ്റ്റോറി അല്ല, ഇൻ ദ ഓർഡിനറി സെൻസ് ഓഫ് ദ വേർഡ്. ഓർഡിനറി സെൻസ് ഓഫ് ദ വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്, ഓർഡിനറി സെൻസ് എന്താണ് സ്റ്റോറി എന്നുള്ള വേർഡിൻ്റെ ഓർഡിനറി സെൻസ് എന്ന് പറയുമ്പം കഥയാണ്. കഥ എന്ന് പറയുമ്പോൾ എന്താണ്, യൂഷ്വലി ഇമാജിനറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അയാൾ എന്താണ് പറയുന്നത്, എൻ്റെ സ്റ്റോറി ഒരു കഥയല്ല, കാരണം അത് സത്യമാണ്. ട്രൂത്ത് ഈസ് നോട്ട് ഓൺലി സ്ട്രേഞ്ചർ ദൻ എ മെയ്ഡ് അപ്പ് സ്റ്റോറി ബട്ട് ഓൾസോ ഗ്രേറ്റ്ലി മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ട്രൂത്ത്, അയാളെ സത്യം എന്താണ്, സ്റ്റോറീനെക്കാട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതിനെക്കാട്ടും അൺബിലീവബിൾ, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറിയാണ് അയാളത്. I could tell you an occurrence which happened to me personally and which strangely enough completed itself only this afternoon. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു സംഭവം, ഒരു ഇൻസ്റ്റൻസ്, ഒരു കാര്യം എൻ്റെ കൂടെ എന്നോടുണ്ടായി. ആ ഉണ്ടായ കാര്യം എന്താണ്, ഞാൻ ഈ ഉച്ചയ്ക്ക് തീർന്നിട്ടേ ഇല്ലൂ. ആ ഫുൾ ഇൻസിഡൻറ്റ് എന്താണ്, ഇറ്റ് കംപ്ലീറ്റഡ് ഇറ്റ് സെൽഫ് ദിസ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവരും എന്താണ്, ഭയങ്കര ക്യൂരിയസ് ആയി, എന്തായിരിക്കും ഈ സ്റ്റോറി. We begged him to begin. എല്ലാവരും വളരെ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പ്ലീസ് പറയുമെന്ന് പറയാൻ തുടങ്ങി. A year or two ago, he said, I was in rooms in an old house in Great Ormond Street. അപ്പോൾ എന്താണ്, ഗ്രേറ്റ് ഓൾമോണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിൽ ഒരു വീടിലെ റൂമിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്, ഈ ലിറ്റിൽ മാൻ. The bedroom walls had been painted, but the place was damp and there were great patches on the walls. അപ്പോൾ എന്താണ്, ബെഡ്റൂമിൻ്റെ വാൾ, അതായത് ചുമരൊക്കെ എന്താണ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, എന്നാലും അവിടെ എന്താണ് ഡാമ്പ്, അതായത് നനവുണ്ട്. സോറി, ഈ നനവ് എന്താണ്, ഈ നനവ് ഓക്കെ 1 സെക്കൻഡ്. അപ്പോൾ ഈ നനവ് കാരണം എന്താണ്, ആ ചുമരിൽ മൊത്തം പാച്ചസ് ആണ്. അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ പാച്ച് എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, ഒരു മുഖത്തിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. ബാക്കിയെല്ലാ പാച്ചസും എന്താണ്, അത് വളരെ വലുതാവും, എന്നിട്ട് അതെന്താണ്, അത് വാനിഷ് ആവും. പക്ഷേ ഈ പർട്ടിക്കുലർ പാച്ച് എന്ന് പറയുമ്പോൾ അത് വലുതാവുന്നില്ല, അതിൻ്റെ ഷേപ്പ് മാറ്റുന്നില്ല, അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും. While there, I fell ill with influenza and all day long I had nothing to do but read or think, and it was then that the face had began to get a firmer hold of me. അപ്പോൾ എന്താണ് പറയുന്നത്, അയാൾ അവിടെ ഉണ്ടായിരുന്നപ്പം ഐ ഫെൽ ഇൽ വിത്ത് ഇൻഫ്ലുവൻസ, അതായത് അയാൾക്ക് ഇൻഫ്ലുവൻസ വന്നു. ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പം ഒരു ജലദോഷം പോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് ഓൾ ഡേ ലോങ് ഐ ഹാഡ് നത്തിങ് ടു ഡു. അപ്പോൾ ആ ഫുൾ ഡേ അയാൾ എന്താണ്, ആ ഒരു റൂമിൽ തന്നെയാണ് നിൽക്കുന്നത്. ജലദോഷമായിട്ട് അയാൾ പുറത്തും പോകുന്നില്ല. അപ്പോൾ അയാൾ ആ ഫുൾ ഡേ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുക, he would read or think, and it was then that the face began to get a firmer hold of me. അപ്പം ആ സമയത്താണ് അവരുടെ ഫേസ് എന്താണ്, അയാളുടെ ഗോട്ട് എ ഫേമർ ഹോൾഡ് ഓഫ് മീ, അതായത് അയാളെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ആ ഫേസ് അയാളെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ഫിൽഡ് മൈ തോട്ട്സ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ അയാൾ ഫുൾ രാവിലെയും രാത്രിയൊക്കെ ഈ ഒരു ഫേസിനെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. There was a curious curve of the nose, അതായത് ആ നോസിൽ എന്താണ്, ഒരു ക്യൂരിയസ് കർവ് ഉണ്ട്. ആൻഡ് ദ ഫോർഹെഡ് വാസ് റിമാർക്കബിൾ. ഫോർഹെഡ് വാസ് റിമാർക്കബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഫോർഹെഡ് എന്താണ്, വലിയൊരു വളരെ ഒരു കാണാത്ത ടൈപ്പ്, വളരെ എക്സ്ട്രോർഡിനറി ടൈപ്പ് ഫോർഹെഡാണ്. അപ്പോൾ ആ ഫുൾ ഫേസ്, അയാളുടെ ചുമരിലില്ല ആ ഫുൾ ഫേസ് എന്താണ്, വളരെ ഒരു നമ്മളെപ്പോഴും കാണുന്ന പോലത്തെ ഒരു മുഖമല്ല, ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയ പോലത്തെ ഒരു മുഖമായിരുന്നു അവരുടെ മുഖം. ഓക്കെ, കുറേ ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അയാളെ കണ്ടാൽ എന്താണ്, അയാളെ നോട്ടീസ് ചെയ്തു പോകും. അതേപോലത്തെ ഒരു മുഖമായിരുന്നു അയാളുടെ മുഖം. ദ ഫേസ് ഓഫ് എൻ അൺകോമൺ മാൻ, എ മാൻ ഇൻ 1000. അപ്പോൾ എന്താണ്, 1000 ഒരാൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു മുഖം ഉണ്ടാവുള്ളൂ. വെൽ, ഐ ഗോട്ട് ബെറ്റർ ബട്ട് ദ ഫേസ് സ്റ്റിൽ കൺട്രോൾഡ് മീ. അപ്പം അയാൾ ഓക്കെ ആയി, അതായത് അയാൾ ഇൻഫ്ലുവൻസ് ഓക്കെ ആയി, പക്ഷേ ആ ഫേസ് ആയിരുന്നു, ആ മുഖമാണ് അയാളുടെ ഫുൾ ലൈഫ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഫൗണ്ട് മൈസെൽഫ് സെർച്ചിങ് ദി സ്ട്രീറ്റ്സ് ഫോർ വൺ ലൈക്ക് ഇറ്റ്. സംവേ ഐ വാസ് കൺവിൻസ്ഡ് ദ റിയൽ മാൻ മസ്റ്റ് എക്സിസ്റ്റ് ആൻഡ് ഹിം ഐ മസ്റ്റ് മീറ്റ്. അപ്പോൾ എന്താണ് അയാൾ പറയുന്നത്, അയാൾ പറഞ്ഞു, ആ ഫേസ് കണ്ടപ്പോൾ അയാൾക്ക് എന്താണ് തോന്നുന്നത്, എവിടെയോ ഈ സ്ട്രീറ്റ്സിൽ, ഈ വഴികളിൽ, ഈ റൂട്ടുകളിൽ എവിടെയെങ്കിലും ഒന്ന് അയാൾ ഉണ്ട്. അപ്പോൾ
തപ്പിയെടുക്കണം എന്ന് മാത്രമാണ് ഈ ഒരു റൈറ്ററിനുള്ളത്, അതായത് ഈ ഒരു ലിറ്റിൽ മാനിന് ഉള്ളത്. അപ്പോൾ എന്താണ്, അയാൾ ഷുവറായിരുന്നു ഈ എവിടെയെങ്കിലും ഒന്ന് ഈ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇങ്ങനത്തെ ഒരാൾ എന്തായാലും ഉണ്ട്, ഇതൊരു ചുമരിലുള്ള മുഖം മാത്രമല്ല, ഇത് ശരിക്കും ഉള്ളൊരു മുഖമാണ്, അത് ഞാൻ പരതിയെടുക്കണം. ഓക്കെ, എന്നിട്ട് അയാൾ പരതാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അയാൾക്ക് പരതുന്നത്, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനത്തെ ഒരു മുഖത്തിൻ്റെ സെർച്ചിലുള്ളതെന്ന് അയാൾക്ക് അറിയില്ല. I only knew that he and I were in some way linked by fate. അപ്പോൾ അയാൾ എന്താണ് വിചാരിക്കുന്നത്, ആ ലിറ്റിൽ മാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഞാനും അയാളും ഏതോ ഒരു രീതിയിൽ ഫേറ്റ്, അതായത് ഡെസ്റ്റിനീൻ്റെ കൂടെ ലിങ്ക്ഡ് ആണ്, നമ്മൾ രണ്ടാളും എങ്ങനെയോ നമ്മൾ ലിങ്ക്ഡ് ആണ്. ഓക്കെ, ഐ ഡോ നോ ദ ലിങ്ക് ഓഫ് മലയാളം. I often went to places where people gather in large numbers. അപ്പോൾ അവർ യൂഷ്വലി എന്താണ് ചെയ്യുക, അയാൾ എന്താണ് ചെയ്യുക, അയാൾ കുറേ ആൾക്കാരില്ലേ, കുറേ ക്രൗഡുള്ള സ്ഥലത്ത്, തിരക്കുള്ള സ്ഥലത്ത് അയാൾ പോവും. എന്തുകൊണ്ടാണത് അവിടെ പോകുന്നത്, തിരക്കുള്ള സ്ഥലത്തേക്കും ഇയാളെ കാണുമെന്ന് വിചാരിച്ചിട്ട്. പൊളിറ്റിക്കൽ മീറ്റിങ്സിൽ പോവും, ഫുട്ബോൾ മാച്ചസിൽ പോവും, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവും. ബട്ട് ഓൾ ഇൻ വെയിൻ, അതായത് ഒരു കാര്യമില്ലാതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയത്, കാരണം എവിടെയും കണ്ടിട്ടില്ല. The search became a madness with me. I neglected everything else. അപ്പോൾ അയാൾക്ക് ഈ ഒരു കണ്ടുപിടുത്തം എന്താണ്, അത്രയും ഒരു പ്രാന്തായി മാറി. ഐ നെഗ്ലെക്റ്റഡ് എവറിത്തിങ് എൽസ്. അയാൾ വേറെ ഒന്നും ചിന്തിക്കില്ല, വേറെ ഒന്നും ചെയ്യില്ല, ഇത് മാത്രം, ഈ ഒരു മുഖം പരതിൻ്റെ പുറകെ മാത്രമാണ് ഇയാൾ ഉണ്ടായിരുന്നത്. He passed his hand over his brow as if he was very tired. അപ്പോൾ അയാൾ എന്താണ് ചെയ്തത്, ഈ ഒരു കൈ എന്താണ് അയാളുടെ ഐബ്രോൻ്റെ മുകളിൽ എന്താണ് ഭയങ്കര ടയേർഡായ ഒരു മുഖം കാണിച്ചിട്ട് അയാളിങ്ങനെ ഇരുന്നു. ആൻഡ് ദെൻ ഹി കണ്ടിന്യൂഡ്. അപ്പോൾ പിന്നെന്താണ്, ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I at last saw him. അപ്പോൾ ഫൈനലി ഞാൻ അയാളെ കണ്ടു. He was in a taxi driving east along Piccadilly. അപ്പം ഇയാൾ എന്തായിരുന്നു ചെയ്തത്, പിക്കഡിലീൻ്റെ അവിടെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. I turned and ran beside it for a little way and then saw an empty one coming. അപ്പോൾ എന്താണ്, അയാൾ ഓടി വേഗം അതിൻ്റെ പുറകെ പോകുമ്പോൾ എന്താണ്, ഒരു എംറ്റി, ഒരു ഖാലി, ആരുമില്ലാത്തൊരു ടാക്സി വരുന്ന കണ്ടു. അപ്പോൾ വേഗം ആ ടാക്സിയിൽ ഇരുന്നിട്ട് എന്താണ് ഇയാൾ പറഞ്ഞത്, ഫോളോ ദ ടാക്സി, ആ ടാക്സിനെ ഫോളോ ചെയ്യുന്നു പറഞ്ഞിട്ട് അയാൾ ചാടി കയറി, ലീപ്ഡ് ഇൻ. The driver managed to keep it in sight and it took us to Charing Cross. അപ്പോൾ ചാരിങ് ക്രോസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നെക്സ്റ്റ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. I rushed onto the platform and found my man with 2 ladies and a little girl. അപ്പോൾ അയാൾ ചാടി ആ പ്ലാറ്റ്ഫോമിൽ പോയപ്പോൾ അയാൾ എന്താണ് കണ്ടത്, അയാൾ പരതിക്കൊണ്ടിരിക്കുന്ന ആളെന്താണ്, 2 പെണ്ണുങ്ങളും ഒരു കുഞ്ഞു കുട്ടീൻ്റെയും കൂടെ അവർ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം they were going to France. അപ്പോൾ അവരെന്താണ് ഫ്രാൻസിലേക്ക് പോകുമായിരുന്നു. I stayed there trying to get a word with him but in vain. അപ്പം ഈ ലിറ്റിൽ മാൻ എന്താണ് അവിടെ തന്നെ നിന്നു, ഈ ഒരാളെ കൂടെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല. Other friends had joined the party and they moved to the train in one group. അപ്പോൾ ബാക്കി ഫ്രണ്ട്സൊക്കെ എന്താ ചെയ്തത്, അവർ ആ പാർട്ടി, അതായത് ആ ആൾക്കാരെ ജോയിൻ ചെയ്തു. ഇയാളുടെ ഈ ഫേസില്ല ആളും ആ 2 ലേഡീസും ഒരു കുട്ടിയില്ല ആ പാർട്ടി, ആ ഒരു ഗ്രൂപ്പിനെ ജോയിൻ ചെയ്തു. എന്നിട്ട് ദേ മൂവ് ടു ദ ട്രെയിൻ ഇൻ വൺ ഗ്രൂപ്പ്. അപ്പോൾ ഇവരെല്ലാവരും, ഈ ഫ്രണ്ട്സും ഈ ലേഡീസും ഈ കുട്ടിയും ആ ഫേസില്ല ആളും, അവരെല്ലാവരും കൂടി ട്രെയിനിലേക്ക് കയറാൻ നോക്കി. I hastily purchased a ticket to Folkestone, hoping that I should catch him on the boat before it sailed. അപ്പോൾ എന്താണ്, ഈ ലിറ്റിൽ മാൻ എന്താണ് പെട്ടെന്ന് ഒരു ടിക്കറ്റ് വാങ്ങി ഫോക്സ്റ്റോണിലേക്ക്. അയാൾ എന്താണ് വിചാരിച്ചത്, അയാൾ ബോട്ട് പോകുന്നതിന് മുമ്പേ അയാളെ പിടിക്കുമെന്ന്. പക്ഷേ ഫോക്സ്റ്റോണിൽ എന്താണ്, ഹി ഗോട്ട് ഓൺ ദ ഷിപ്പ് വിത്ത് മീ ബിഫോർ മീ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. പക്ഷേ എന്താണ് പറ്റിയത്, ഫോക്സ്റ്റോൺ അയാൾ എന്താണ് ചെയ്തത്, അയാൾ വേറെ ഷിപ്പിലേക്ക് പോയി അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. ആൻഡ് ദേ ഡിസപ്പിയർഡ് ഇൻ ടു എ ലാർജ് പ്രൈവറ്റ് കേബിൻ. അപ്പോൾ ഒരു വലിയൊരു പ്രൈവറ്റ് കേബിനിലേക്കാണ് പോയത് ഇയാൾ. അഗെയിൻ ഐ വാസ് ഡിഫീറ്റഡ്. അപ്പോൾ ഈ ലിറ്റിൽ മാൻ എന്താണ് പിന്നെയും ഡിഫീറ്റായി, പിന്നെയും തോറ്റു. ബട്ട് ഐ വാസ് ഡിറ്റർമൈൻഡ് ടു ഗോ വിത്ത് ഹിം. പക്ഷേ എന്താണ്, ഇയാൾ ഡിറ്റർമൈൻഡ് ആയിരുന്നു, ഞാൻ എങ്ങനെയാണെങ്കിലും ഇയാളെ തപ്പിയെടുക്കും, ഇയാളെ പുറകെ പോവും. 1 second. Yeah, feeling certain that when the voyage had begun on the deck, I had only just enough for a single fare to Boulogne, maybe, yeah, Boulogne, but nothing could stop me now. I took up my position opposite his cabin door and waited. അപ്പോൾ എന്താണ്, അയാൾ
അയാൾ തോൽവി എന്താണ് സമ്മതിക്കില്ല, അയാൾ ഗിവ് അപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്താണ് പറയുന്നത്, അയാൾ വിചാരിച്ചു ഈ ഒരു ജേർണി തുടങ്ങിയ സ്ഥിതിക്ക് എന്തായാലും അയാൾ എന്തായാലും ആ ഒരു ഫേസിലെ അയാൾ പുറത്ത് വരികയായിരിക്കും ലേഡീസിനെ വിട്ടിട്ട്. ആ സമയത്ത് അയാൾ സംസാരിക്കുമായിരിക്കും. അപ്പോൾ ഐ ഹാഡ് ഓൺലി ജസ്റ്റ് ഇനഫ് ഫോർ എ സിംഗിൾ ഫെയർ ടു ബുലോഗ്നി ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് മീ നൗ. അപ്പോൾ അയാളുടെ അടുത്ത് ഈ ലിറ്റിൽ മാൻ്റെ അടുത്ത് പൈസയും തീർന്നു. ബുലോഗ്നി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകേണ്ട ടിക്കറ്റിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ. പക്ഷേ നത്തിങ് കുഡ് സ്റ്റോപ്പ് മീ നൗ. ഇയാളൊന്നും ഇനി സ്റ്റോപ്പ് ചെയ്യില്ല. ഐ ടുക്ക് അപ്പ് മൈ പൊസിഷൻ ഓപ്പോസിറ്റ് ഹിസ് കേബിൻ ഡോർ ആൻഡ് വെയിറ്റഡ്. അപ്പം അവരെ ആ പ്രൈവറ്റ് കേബിൻ ഡോറിൻ്റെ പുറത്ത് ആ ഓപ്പോസിറ്റിലെ സ്ഥലത്ത് ഇയാൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ആഫ്റ്റർ ഹാഫ് ആൻ അവർ ദ ഡോർ ഓപ്പൺ ആൻഡ് ഹി കെയിം ഔട്ട് ബട്ട് വിത്ത് ദ ലിറ്റിൽ ഗേൾ. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ആ ഫേസിലെ ആൾ പുറത്തു വന്നു. പക്ഷേ ആ ഒരു കുഞ്ഞിക്കുട്ടീനെയും കൊണ്ടാണ് പുറത്തു വന്നത്. സോറി, ഓക്കെ, 1 second. യാ, സോ മൈ ഹാർട്ട് ബെറ്റ് ഫാസ്റ്റ്. അപ്പോൾ അയാൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. അയാൾ പൾസ് റേറ്റ് ഭയങ്കര സ്പീഡ് കൂടി. ദർ വാസ് നോ മിസ്റ്റേക്കിംഗ് ദ ഫേസ്, എവ്രി ലൈൻ വാസ് ദ സെയിം. അപ്പോൾ അയാൾ ക്ലോസ്ലി, ലിറ്റിൽ മാൻ അയാൾ ക്ലോസ്ലി അടുത്തുനിന്ന് കാണുമ്പോൾ ഓരോ ലൈനും ആ വാളിൽ അതേപോലെ തന്നെയാണ് അയാളുടെ ഫേസ്. ഹി ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് മൂവ് ടുവേർഡ്സ് ദ വേ ടു ദ അപ്പർ ഡെക്ക്. അയാൾ ലിറ്റിൽ മാനിനെ കണ്ടുകൊണ്ട് അപ്പർ ഡെക്കിലേക്ക് പോയി. ഇറ്റ് വാസ് നൗ ഓർ നെവർ ഐ ഫെൽറ്റ്. അപ്പോൾ അയാൾ പറഞ്ഞത്, ഇത് ഇന്നാണ് അല്ലെങ്കിൽ ഒരിക്കലുമില്ല. അതുകൊണ്ട് അയാൾ പിന്നെ പെട്ടെന്ന് പോയി. എക്സ്ക്യൂസ് മീ, ഐ സ്റ്റാമേർഡ്. അത് അയാൾ ഭയങ്കര നിർത്തി എന്ന് സംസാരിക്കുന്നത്. എക്സ്ക്യൂസ് മീ എന്തോ പോലെ അങ്ങനെയാണ് ചോദിച്ചത്. ബട്ട് ഡു യു മൈൻഡ് ഗിവിങ് മീ യുവർ കാർഡ്? ഐ ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീസൺ ഇൻ ആസ്കിങ് ഇറ്റ്. അപ്പോൾ അയാൾ അയാളുടെ ലിറ്റിൽ മാൻ അയാളുടെ കാർഡ് ചോദിച്ചു, അയാളോട് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി. വളരെ ഇമ്പോർട്ടൻറ്റ് റീസൺ ഉണ്ടെന്ന് പറഞ്ഞു. He seemed to be greatly surprised, as indeed well he might, but he granted my request. Slowly he took out his case and handed me his card and hurried on with the little girl. അപ്പോൾ അയാൾ വളരെ സർപ്രൈസ്ഡായി. പക്ഷേ അയാൾ ആ ലിറ്റിൽ മാൻ്റെ റിക്വസ്റ്റ് ഗ്രാൻറ്റ് ചെയ്തു. അതായത് അയാൾക്ക് കാർഡ് കൊടുത്തു. ആൻഡ് ഹറിഡ് ഓൺ വിത്ത് ദ ലിറ്റിൽ ഗേൾ. പക്ഷേ കാർഡ് കൊടുത്തിട്ട് അയാൾ പെട്ടെന്ന് പോയി. ഹോൾഡിംഗ് ദ കാർഡ് ടൈറ്റ് ഇൻ മൈ ഹാൻഡ്, ഐ ഹറിഡ് ടു എ ലോൺലി കോർണർ ഓഫ് ദ ഷിപ്പ് ആൻഡ് റെഡ് ഇറ്റ്. അപ്പോൾ ഏറ്റവും ആൾ കുറഞ്ഞ സ്ഥലത്ത്, ആ ഒരു ഷിപ്പിൽ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഏറ്റവും ആൾ കുറവുള്ള സ്ഥലത്ത് ഇയാൾ പോയിട്ട് ആ കാർഡ് വായിക്കാൻ തുടങ്ങി. മൈ ഐസ് ഗ്രൂ ഡിം, മൈ ഹെഡ് റീൽഡ്. അപ്പോൾ അയാളുടെ കണ്ണ് ഭയങ്കര ഡല്ലായിപ്പോയി. ഹെഡ് റീൽഡ്, അതായത് തല കറങ്ങാൻ തുടങ്ങി. ഫോർ ഓൺ ഇറ്റ് വർ ദ വേർഡ്സ് മിസ്റ്റർ ഓർമോണ്ട് വാൾ വിത്ത് എൻ അഡ്രസ് അറ്റ് പിറ്റ്സ്ബർഗ്. ഓക്കെ, എക്സ്ക്യൂസ് മീ. അപ്പോൾ ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്, ലെറ്ററല്ല സോറി, ആ കാർഡിൽ എഴുതിയിട്ടുള്ളത് മിസ്റ്റർ ഓർമോണ്ട് വാൾ എന്നാണ് അയാളുടെ പേര്, പിറ്റ്സ്ബർഗ് എന്ന സ്ഥലത്തുള്ള അഡ്രസ്സിൽ. അപ്പോൾ നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത്, ഓർമോണ്ട് സ്ട്രീറ്റിലെ ഒരു ബെഡ്റൂമിൽ വാളിലാണ് ഈ ഒരു ആളുടെ മുഖമുള്ളത്. അപ്പം മിസ്റ്റർ ഓർമോണ്ട് വാൾ എന്ന് പറയുമ്പോൾ ആ പേരെന്താണ് ഭയങ്കര ഒരു പ്രത്യേക പേരാണ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അയാളുടെ മുഖം ആ ഡാമ്പിൽ നമ്മൾ കാണുന്നത്. Pittsburgh, USA. I remember no more until I found myself in a hospital at Bullock. There I lay in a broken condition for some weeks. Only a month ago did I return. Okay. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇയാൾക്ക് വേറൊന്നും ഓർമ്മയില്ല. അയാളൊരു ഹോസ്പിറ്റലിൽ, ബുലോഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലാണ് ഇയാൾ കണ്ടത്. There I lay in a broken condition for some weeks and only 1 month ago did I return. അപ്പം അയാൾ അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എന്നിട്ടാണ് തിരിച്ചു വന്നത്. He was silent. We looked at him and at one another and waited. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. I went back. He started once again after a moment or so to Great Ormond Street and set to work to find out all I could about this American. അപ്പോൾ he was silent എന്ന് പറയുന്നത് ഈ ലിറ്റിൽ മാൻ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അത് നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോൾ ആ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ സ്റ്റോറി എഴുതുന്ന റൈറ്റർ കോമൻറ്റിയാണ്. ഇയാൾ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ പറഞ്ഞേ പിന്നെ അയാൾ സൈലൻ്റായി, അയാൾ മിണ്ടാതെയായി.
അതിനുശേഷം എന്താണ് അയാൾ പറയുന്നത്, ഐ വെൻറ്റ് ബാക്ക്, ഞാൻ തിരിച്ചു പോയി ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റിൽ പോയിട്ട് എന്താണ് ഞാൻ ഈ അമേരിക്കനെ പറ്റിയിട്ട് എന്തൊക്കെ എനിക്ക് അറിയാൻ പറ്റുമോ ഞാൻ എല്ലാം തപ്പാൻ തുടങ്ങി. ഞാൻ അമേരിക്കൻ എഡിറ്റേഴ്സിന് എഴുതി, ഞാൻ എന്താണ് ലണ്ടനിലെ അമേരിക്കൻസിനോട് ഫ്രണ്ട്ഷിപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് അറിഞ്ഞത് ഇത്ര മാത്രമാണ്, അയാൾ എന്താണ് അയാളുടെ അച്ഛനും അമ്മയും എന്താണ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ അച്ഛനും അമ്മയും, അതായത് UK അച്ഛനും അമ്മയാണ് അയാളുടേത്. അയാൾ പക്ഷെ എന്താണ് അമേരിക്കനാണ്, അമേരിക്കൻ്റെ ഒരു മില്യനെയറാണ്, അത്രയും ഒരു റിച്ചായ ആളാണ് അയാൾ. And so the time went on until yesterday morning. I had gone to bed more than usually tired and slept till late. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഡേ ആൾ എന്താണ് അതായത് യെസ്റ്റർഡേ മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ലിറ്റിൽ മാൻ പറയുന്നത്, നമ്മൾ ഒന്നുകൂടി നമുക്കൊന്ന് എന്താണ് ലെറ്റ്സ് ജസ്റ്റ് റീകോൾ വൺസ് മോർ. അപ്പോൾ എന്താണ് ഈ സ്റ്റോറി ഇപ്പം ഇന്നത്തെയാണ് വിചാരിക്കുക, ഇന്നാണ് ആ റൈറ്റർ പറയുന്നത്, ഇന്നലെയാണ്, അതായത് ലാസ്റ്റ് ഈവനിങ് എന്നാണ് അയാൾ പറഞ്ഞത്. ലാസ്റ്റ് ഈവനിങ് ആണ് ആ ഒരു റൈറ്റർ എന്താണ് ആ ഡാബ്നി എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാവരും കൂടി കണ്ടുമുട്ടിയതെന്നാണ് ഇന്നലെയാണ്. അപ്പം ഈ ലിറ്റിൽ മാൻ ഇന്നലെ എന്ന് പറയുമ്പോൾ എപ്പായിരിക്കും, അത് മിനിഞ്ഞാന്നായിരിക്കും, കാരണം ഇന്നലെയാണ് ഇവരെല്ലാവരും കണ്ടുമുട്ടിയത്. അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ അത് എപ്പായിരിക്കും, മിനിഞ്ഞാന്നായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടൈം. അപ്പോൾ ഈ ലിറ്റിൽ മാൻ സ്റ്റോറി പറയുന്നതിൻ്റെ തലേ ദിവസമാണ് അയാൾ എന്താണ് അറിഞ്ഞത്. അയാൾ അന്ന് വേഗം ഉറങ്ങാൻ പോയി, കുറേ നേരം വരെ ഉറങ്ങി. എണീറ്റപ്പോൾ എന്താണ് ആ റൂം എന്താണ് ബ്രൈറ്റ് വിത്ത് സൺലൈറ്റ്, ആ റൂമിൽ മൊത്തം സൺലൈറ്റ് ആയിരുന്നു. ആസ് ഐ ഓൾവേസ് ഡു, ഐ ലുക്ക്ഡ് അറ്റ് വൺസ് അറ്റ് ദ വാൾ ഓൺ വിച്ച് ദ ഫേസ് ഇസ് ടു ബി സീൻ. അപ്പോൾ വേഗം എന്താണ് അയാൾ ആ എണീറ്റപാട് അയാൾ എന്താ ചെയ്യുക, ആ ചുമരിലേക്ക് നോക്കും, ആ ഫേസിലുള്ള ചുമരിലേക്ക്. ഐ റബ്ഡ് മൈ ഐസ് ആൻഡ് സ്പ്രാങ് അപ്പ്. അപ്പോൾ അയാൾ എന്താണ് അയാളെ കണ്ണ് എന്താണ് തിരുമ്പിക്കൊണ്ട് എന്താണ് പെട്ടെന്ന് എണീറ്റു, ചാടി എണീറ്റു. കാണാൻ എന്താണ് കണ്ടത്, ഇറ്റ് വാസ് ഓൺലി ഫെയിൻറ്റ്ലി വിസിബിൾ, വളരെ കുറച്ചേ അയാൾക്ക് കാണാൻ പറ്റുന്നല്ലോ. ലാസ്റ്റ് നൈറ്റ് ഇറ്റ് ഹാസ് ബീൻ ക്ലിയർ എസ് എവർ. അപ്പോൾ തലേ ദിവസം രാത്രി ആ ഫേസ് എത്രയാണ്, അത്രയും ക്ലിയർലി ആയിരുന്നു വിസിബിൾ. ഓൾമോസ്റ്റ് ഐ കുഡ് ഹിയർ ഇറ്റ് സ്പീക്ക്. അപ്പോൾ അയാൾക്ക് എന്താണ് ആ ഒരു ഫേസ് സംസാരിക്കുന്ന പോലെ തന്നെ അയാൾക്ക് തോന്നി. ആൻഡ് നൗ ഇറ്റ് വാസ് എ ഗോസ്റ്റ് ഓഫ് ഇറ്റ് സെൽഫ്. പക്ഷെ ഇപ്പം എന്താണ് ആ ഒരു ഫേസ്, ആ ഫേസിൻ്റെ തന്നെ ഗോസ്റ്റായി മാറിയിരിക്കുക. കാരണം ആ ഫേസ് എന്താണ് ഫുള്ളും ഡിമ്മായി കഴിഞ്ഞു. ഐ ഗോട്ട് അപ്പ് കൺഫ്യൂസ്ഡ് ആൻഡ് സാഡ് ആൻഡ് വെൻറ്റ് ഔട്ട്. അപ്പം ഈ ലിറ്റിൽ മാൻ എന്താണ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എണീറ്റത്, ഭയങ്കര സാഡായി. പിന്നെ എന്താണ് പുറത്തേക്ക് പോയി. ദ ഏർലി എഡിഷൻസ് ഓഫ് ദ പേപ്പേഴ്സ് വർ ഓൾറെഡി ഔട്ട്. അതായത് ആദ്യത്തെ പേപ്പേഴ്സൊക്കെ എന്താണ് ഓൾറെഡി ഔട്ടായി. ഹെഡ്ലൈൻ എന്താണ് അമേരിക്കൻ മില്യനേഴ്സ് മോട്ടോർ ആക്സിഡൻറ്റ്. അപ്പോൾ എന്താണ് അമേരിക്കൻ മില്യനേറിൻ്റെ ആക്സിഡൻ്റ് ആയി എന്നാണ് ഹെഡ്ലൈനിലത്. ഐ ബ്രോട്ട് ഇറ്റ് ആൻഡ് റെഡ്. മിസ്റ്റർ ഓർമോണ്ട് വാൾ, the Pittsburgh millionaire and party motoring in Italy were hit by a wagon and the car overturned. Mr. Wall's condition was critical. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആർക്കാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്? മിസ്റ്റർ ഓർമോണ്ട് വാളിന്. അയാളുടെ ഫ്രണ്ട്സും അയാളും എല്ലാവരും എന്താണ് ഒരു മോട്ടോർ കാർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അവരെന്താണ് ഓർമോണ്ട് വാൾ മരിച്ചുപോയി. I went back to my room and sat on the bed looking with unseeing eyes at the face on the wall. And even as I looked, the face even as I and even as I looked, suddenly it completely disappeared. അപ്പോൾ എന്താണ് അയാൾ എന്താണ് ചെയ്യുന്നത്, ലിറ്റിൽ മാൻ ഈ സ്റ്റോറി കേട്ടപ്പോൾ ഷോക്കായി. അയാൾ റൂമിലേക്ക് പോയിട്ട് ആ ഒരു മുഖത്തിലേക്ക് നോക്കുമായിരുന്നു ചുമരിൽ. പക്ഷെ അപ്പോഴത്തേക്ക് എന്താ പറ്റിയത്, ആ ഫേസ് ഡിസപ്പിയർ ആയി, ആ ഫേസ് കംപ്ലീറ്റ്ലി പോയി. Later I found that Mr. Wall died of injuries at what I take to be at that very moment. അപ്പം അപ്പം ഈ ഒരു ന്യൂസ് പേപ്പറിൽ എന്തായിരുന്നു, ന്യൂസ് പേപ്പറിൽ ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് മാത്രമായിരുന്നു എഴുതിയിട്ടുള്ളത്. പക്ഷെ മരിച്ചതെപ്പാണ്, ആ മുഖം കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയില്ലേ, ആ മുഖം കംപ്ലീറ്റ്ലി വാനിഷ് ആയ ആ സമയത്താണ്, ആ എക്സാക്ട് സമയത്താണ് ഈ മിസ്റ്റർ ബോൾ എന്ന് പറഞ്ഞ ആൾ മരിച്ചത്. അഗെയിൻ ഹി വാസ് സൈലൻറ്റ്. പിന്നെയും എന്താണ് ആ ലിറ്റിൽ മാൻ എന്താണ് സൈലൻ്റ് ആയിരുന്നു. മോസ്റ്റ് റിമാർക്കബിൾ വി സെഡ്, മോസ്റ്റ് എക്സ്ട്രോർഡിനറി ആൻഡ് സോ ഫോർത്ത്, ആൻഡ് വി മെൻറ്റ് ഇറ്റ് ടു. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും, ആ ഡാബ്നീൻ്റെ വീട്ടിലെല്ലാവരും എന്താണ് അത്രയും ഷോക്ക്ഡായി ഇരിക്കുകയാണ്, അത്രയും ഇൻട്രസ്റ്റഡ് ആയി ഇരിക്കുകയാണ്. ഓ എൻ്റെ അമ്മോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയായിരുന്നു. യെസ് എന്ന് പറഞ്ഞു ആ സ്ട്രേഞ്ചർ. ആ ലിറ്റിൽ മാൻ പറഞ്ഞു അതേന്ന്. There are 3 extraordinary, 3 most remarkable things about my story. അപ്പോൾ അയാൾ എന്താ പറയുന്നത്, എൻ്റെ സ്റ്റോറീനെ പറ്റിയിട്ട്, ഈ കഥേനെ പറ്റിയിട്ട് 3 ഓർഡിനറി അല്ലാത്ത കാര്യങ്ങളുണ്ട്, 3 സൂപ്പറായ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു.
One is that it should be possible for a patch on the wall of a house in London not only to form features of a gentleman in America but also to have a close association with his life. അപ്പോൾ അയാൾ എന്താണ് പറയുന്നത്? അയാൾ പറയുന്നത് അയാൾക്ക് തോന്നുന്നത് ലണ്ടനിലെ ഒരു വീട്ടിലെ ഒരു മുഖം ഒരു അമേരിക്കയിലെ മില്യനെയറിൻ്റെ ലൈഫിൻ്റെ കൂടെ അത്രയും ലിങ്ക് ഉണ്ട് ആ മുഖത്തിന് എന്ന്. കാരണം ആ മുഖം എത്ര ദിവസം ഉണ്ടായിരുന്നോ ആ മില്യനെയറും ഉണ്ടായിരുന്നു. ആ മുഖം ഡിസപ്പിയർ ആയപ്പോൾ തന്നെ അയാൾ മരിച്ചും പോയി. ഓക്കെ, സയൻസ് വിൽ നോട്ട് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ് യെറ്റ്. അപ്പോൾ അയാൾ എന്താ പറയുന്നത്, ഈ നടന്ന സംഭവം ഒന്നും സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. Another one is that the gentleman's name should bear any relation to the spot on which his features were being so curiously reproduced by some unknown agency. Is it not so? അപ്പോൾ ഈ ലിറ്റിൽ മാൻ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ നമ്മൾ അതിശയിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇയാൾ ഈ മില്യനെയറിൻ്റെ മുഖം വരുന്ന ആ സ്ഥലം ഏതാണ്? ഓർമോൺ സ്ട്രീറ്റിലുള്ള ഒരു റൂമിലുള്ള ചുമരിലാണ്. അപ്പം ഇയാളുടെ പേരും എന്താണ്? ഓർമോൺ വാൾ എന്നാവുന്നത് അത്ര ഒരു കോയിൻസിഡൻസ് അല്ല എന്ന്. ആരോ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ ഏജൻസി എന്ന് പറയുമ്പം എന്തോ ഒരു ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നാണ് പറയുന്നത്. വി അഗ്രീഡ് വിത്ത് ഹിം. എല്ലാവരും എന്താണ് അയാൾ പറയുന്നതിൽ വിശ്വസിച്ചു. ശരിയാണ്, എന്തായാലും അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ആൻഡ് our original discussion on supernatural occurrences set in again with increased excitement. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരവരുടെ സ്റ്റോറി പറയാൻ തുടങ്ങി. എല്ലാവരും അത്രയും ഇൻട്രസ്റ്റഡും ആവാൻ തുടങ്ങി. ആ സമയത്ത് നാരേറ്റർ എന്താണ് പറഞ്ഞത്? നാരേറ്റർ ഓഫ് ദ അമേസിങ് എക്സ്പീരിയൻസ്, അതായത് ആ ലിറ്റിൽ മാൻ എന്താണ് ചെയ്തത്? എണീറ്റിട്ട് എന്താണ് പറഞ്ഞത്? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. ജസ്റ്റ് ആസ് ഹി വാസ് അറ്റ് ദ ഡോർ, അയാൾ ആ ഡോറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അയാൾ എന്താണ് പറഞ്ഞത്? വൺ ഓഫ് ദ കമ്പനി റീകോൾഡ് അസ് ടു ദ കോസ് ഓഫ് അവർ എക്സൈറ്റഡ് ഡിബേറ്റ് ബൈ ആസ്കിങ് ഹിം. അപ്പോൾ എന്താണ്, ഇത്രയും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ ഏതോ ഒരാൾ അയാളോട് എന്താണ് ചോദിച്ചത്? ബിഫോർ ഹി ലെഫ്റ്റ് വാട്ട് ഹി കൺസിഡർഡ് ദ തേർഡ് മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ഡീപ്ലി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അപ്പം ആ ആളെന്താണ് പറഞ്ഞത്? യു സെഡ് 3 things യു നോ. അപ്പം അയാൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം അയാൾ എന്താ പറഞ്ഞത്? മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം 2 കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. ഒരു കാര്യം അയാൾ പറഞ്ഞു ആ പാച്ച് എന്താണ്, ആ ഒരു ഫേസും അയാളുടെ ഒരു ലൈഫും ലിങ്ക്ഡ് ആണെന്ന് പറഞ്ഞു. വേറൊരു കാര്യം അയാൾ എന്താണ് പറഞ്ഞത്? ആ ജെന്റിൽമാൻ്റെ പേര്, അതായത് അയാളുടെ പേരും അയാളുടെ ഫേസ് ഉണ്ടായിരുന്ന ആ സ്ഥലവും എന്താണ് ലിങ്ക്ഡ് ആണ് എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്? ഈ ലിറ്റിൽ മാൻ പറഞ്ഞു, ഓ ഐ വാസ് ഫർഗെറ്റിംഗ് ദാറ്റ്. ദ തേർഡ് എക്സ്ട്രോർഡിനറി തിങ് അബൌട്ട് ദ സ്റ്റോറി ഇസ് ദാറ്റ് ഐ മേഡ് ഇറ്റ് അപ്പ് അബൌട്ട് ഹാഫ് ആൻ അവർ അഗോ. ഗുഡ് നൈറ്റ് അഗൈൻ. അപ്പോൾ എന്താണ് പറഞ്ഞത്? അയാൾ പറഞ്ഞു മൂന്നാമത്തെ കാര്യമോ? ഓ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ സ്റ്റോറി അരമണിക്കൂർ മുമ്പേ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അയാൾ പോയി. അപ്പം ഈ ഫുൾ സ്റ്റോറി എന്താണ്? ആക്ച്വലി ഒരു സ്റ്റോറി തന്നെയാണ്, അയാൾ ഉണ്ടാക്കിയൊരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പം ഇതാണ് E.V. ലൂക്കസ്. E.V. ലൂക്കസ് എന്താണ്, ആദ്യം നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആക്കും. പിന്നെയാണ് ആ ഫുൾ സിറ്റുവേഷൻ അയാൾ, ഇനി നമ്മൾ ഇതൊരു സ്റ്റോറി ആയിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുക? അയ്യോ അയാൾ എങ്ങനെ പറ്റിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിൽ വരിക. ഓക്കെ ഓക്കെ അപ്പം നമുക്കിനി അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റോറി. ആ ക്വസ്റ്റ്യൻസ് അല്ലാതെ ഇവിടെയും ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഫേസ് ഓൺ ദ വാൾ ഇസ് റിട്ടൺ ബൈ, ആരാണ് എഴുതിയത് ഫേസ് ഓൺ ദ വാൾ? E.V. ലൂക്കസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടർ ഇൻ ദ ഫേസ് ഓഫ് ദ വാൾ? ഇതിൽ ഫേസ് ഓൺ ദ വാളിൽ ഏതാളാണ് ഈ ഒരു സ്റ്റോറീൻ്റെ ക്യാരക്ടർ അല്ലാത്തത്? ജിഗിൻസ്. ഹൂ നാരേറ്റ്സ് ദ സ്റ്റോറി? ആരാണ് ഈ സ്റ്റോറി പറയുന്നത്? ദ ലിറ്റിൽ മാൻ. ലിറ്റിൽ മാൻ ആണ് സ്റ്റോറി പറയുന്നത്. The strange thing here was that while the patches on the wall grew larger and changed their shape, this never did. അപ്പം സ്ട്രേഞ്ച് കാര്യം എന്താണ്? വാളിലെ ബാക്കി പാച്ചസ് ഒക്കെ എന്താണ് വലുതായിട്ട് അത് ചേഞ്ച് ആവും അല്ലെങ്കിൽ ഡിസപ്പിയർ ആവും, പക്ഷേ ഇത് ചേഞ്ച് ആവില്ല. അപ്പം ഈ ദിസ് എന്താണ്? ഈ ഒരു ഇത് എന്താണ്? ഫേസ് ഓൺ ദ വാൾ. ഓക്കെ. The narrator went to football matches, political meetings and railway stations. ആരെ തപ്പിയിട്ടാണ് ഈ ഒരു ഇത്രയും സ്ഥലങ്ങളിൽ ആ നാരേറ്റർ, അതായത് ആ ലിറ്റിൽ മാൻ ആരെ തപ്പിയിട്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്? ഇൻ സെർച്ച് ഓഫ് ദ ഫേസ് ഓൺ ദ വാൾ. ഓക്കെ. The narrator tried to meet the strange man while he was traveling in a taxi. Where was he traveling to? എവിടേക്കായിരുന്നു ഈ ഒരാൾ പോകുന്നത്? ഓക്കെ. ഈ സ്ട്രേഞ്ച് മാൻ ടാക്സിയിൽ പോകുന്നതായിരുന്നു. എവിടേക്കായിരുന്നു അയാൾ പോകുന്നത്?
അയാൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഫോക്ക് സ്റ്റോറിലേക്കാണ്. നെക്സ്റ്റ് എന്താണ്? എക്സ്ക്യൂസ് മീ, ഐ സ്റ്റാമേർഡ്, ബട്ട് ഡു യു മൈൻഡ് ഗിവിംഗ് മീ യുവർ കാർഡ്? ഐ ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ വിഷിംഗ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. അപ്പം ആ ഒരു ലൈനല്ലേ, ആ ലൈൻ ഹിയർ യു റെഫേഴ്സ് ടു, ഈ യു ആരാണ്? ഈ യു ആണ് മിസ്റ്റർ ഓർമോണ്ട് വാൾ. ഓക്കെ, ഡു യു മൈൻഡ് ഗിവിംഗ് മീ യുവർ കാർഡ്? അപ്പം ഇവിടെ ഏത് ലാംഗ്വേജ് ഫങ്ഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പം റിക്വസ്റ്റ് ആണോ, ഓർഡർ ആണോ, സ്റ്റേറ്റ്മെൻ്റ് ആണോ, ക്വസ്റ്റ്യൻ ആണോ? എന്താണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? റിക്വസ്റ്റ്. ലാംഗ്വേജ് ഫങ്ഷൻ ഏതാണ്? റിക്വസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദ ഓഥർ മേക്സ് ഇൻറ്ററപ്ഷൻ വിത്ത് ദ യൂസേജ് ഓഫ് എക്സ്ക്യൂസ് മീ. വാട്ട് ആർ ദ അതർ വേസ് ഓഫ് മേക്കിംഗ് ഇൻറ്ററപ്ഷൻസ്? അപ്പോൾ വേറെ ഏത് രീതിയിലാണ് നമ്മൾ ഒരാളെ ഇൻറ്ററപ്റ്റ് ചെയ്യുക? ഒരാളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ്, എങ്ങനെയാണ് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ചെയ്യുക? ഇപ്പോൾ എക്സ്ക്യൂസ് മീ പറയുക, അല്ലെങ്കിൽ എന്താണ് പറയുക? ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറയുക. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ ഫുൾ ഞാൻ നോട്ട്സ് എന്താണ് അവിടെ വെബ്സൈറ്റിലേക്ക് ഇടും. അപ്പം ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർലി നിങ്ങൾ നോട്ട്സ് നോക്കിയിട്ട് അത് സോൾവ് ചെയ്തോ. സ്റ്റാമറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്റ്റാമർ എന്ന് പറയുമ്പം നിർത്തി സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്പീക്ക് ഫ്ലുവൻ്റ്ലി. വേർ ഡിഡ് ദ നാരേറ്റർ ഫസ്റ്റ് സീ ദ മാൻ ഇൻ ദ സ്റ്റോറി ദ ഫേസ് ഓൺ ദ വാൾ? എവിടെയാണ് ആ നാരേറ്റർ, അതായത് ലിറ്റിൽ മാൻ, എവിടെയാണ് അയാൾ ആ ഫേസ് ഓൺ ദ വാളിലെ ആ മാൻ ആദ്യം കണ്ടത്? ഓൺ എ ടാക്സി. ആദ്യം ടാക്സിയിലല്ലേ കണ്ടത്? വാട്ട് ഈസ് ദ ടെക്നീക്ക് ഓഫ് നരേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? അപ്പം ഏത് ടെക്നീക്ക് ഓഫ് നരേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ? അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്, പക്ഷേ സെക്കൻഡ് പേഴ്സൺ ആണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടിൽ നൗ. ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.